ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ സറണ്ടറിൽ നിന്നും സംഭാവന വാങ്ങേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ധനവകുപ്പ്. പിണറായി സർക്കാർ നിർത്തിവെച്ച സറണ്ടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വ്യാപകമായതോടെയാണ് ഇതിനുള്ള വ്യവസ്ഥ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്നും സർക്കാർ എടുത്തുകളഞ്ഞത്. ജീവനക്കാർ വൻതോതിൽ സറണ്ടർ പിൻവലിക്കാൻ തുടങ്ങിയാൽ അത് പൊതുഖജനാവിനെ ബാധിക്കുമെന്നാണ് ധനമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ധനമന്ത്രിയുടെ അറിവോടെയാണ് സ്പാർക്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ സംസാരമുണ്ട്. ഇത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ധനവകുപ്പ് അട്ടിമറിച്ചെന്ന് പറയാം. വിരമിക്കൽ ആനുകൂല്യമായാണ് ഇപ്പോൾ സറണ്ടർ നൽകി വരുന്നത്. ഇതാണ് സർക്കാരിന്റെ നയം. എന്നാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയേ തീരൂ എന്ന് സർക്കാർ നിർബന്ധം പിടിച്ചതോടെ ഇടത് സഹയാത്രികരായ ഉദ്യോഗസ്ഥർ സറണ്ടറിൽ നിന്നും തുകയെടുക്കാൻ സ്പാർക്കിൽ അപേക്ഷ നൽകി. ഫണ്ടില്ലാത്തത് കാരണമാണ് സറണ്ടർ സർക്കാർ നിർത്തിയത്. എല്ലാവരും സറണ്ടർ എഴുതി തുടങ്ങിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായി. അങ്ങനെയാണ് സ്പാർക്കിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ ധനവകുപ്പ് എടുത്തുകളഞ്ഞത്. ലീവ് സറണ്ടറിലൂടെ ലഭിക്കുന്ന സംഭാവനകൾ സ്വീകരിക്കാൻ സ്പാർക്കിൽ സംവിധാനം ഇല്ലാതായി. സ്ഥാപനത്തിൽ ശമ്പളം അനുവദിക്കുന്ന ഉദ്യോഗസ്ഥരായ DDOമാർ ജൂൺ 24-ന് 3 മാസത്തിനകം ദുരിതാശ്വാസ തുക ഈടാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ക്ലെയിം അനുവദിക്കാനും ബിൽ ജനറേറ്റ് ചെയ്യാനും തുടക്കത്തിൽ സ്പാർക്കിൽ സംവിധാനമുണ്ടായിരുന്നു. പിന്നീട് ഇത് ലഭ്യമല്ലാതായി. സംഭാവന നൽകാൻ സന്നദ്ധരായ ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കാത്ത DDOമാരുടെ ശമ്പളം തയ്യാറാക്കാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ സർക്കാരാണ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കാനുള്ള നീക്കം പൊളിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 770.11 കോടി രൂപ എത്തിയപ്പോഴും സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 108.19 കോടി രൂപ മാത്രമാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 21.42 കോടി രൂപയും CMDRFൽ നിന്ന് 86.78 കോടി രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമായ തുകയിൽ നിന്ന് ഈ മാസം വരെ ചെലവഴിച്ചുവെന്നാണ് വിവരാവകാശ നിയമപ്രകാരം വയനാട് കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടി. 100 കണക്കിന് പേർ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കയറിയിറങ്ങുമ്പോഴും ഗുരുതരമായി പരിക്കേറ്റ 37 പേർക്ക് മാത്രമേ ചികിത്സാ സഹായം നൽകിയിട്ടുള്ളൂവെന്നും വിവരാവകാശ മറുപടിയിൽ വ്യക്തമാണ്. ചില സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിക്കഴിഞ്ഞിട്ടും മാർച്ച് 24-ന് തറക്കല്ലിട്ട സർക്കാരിന്റെ ടൗൺഷിപ്പിൽ മാതൃകാ വീട് നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. അതേസമയം ഉരുൾജലം ഒലിച്ചെത്തിയ പുന്നപ്പുഴയുടെ നവീകരണത്തിനായി മാത്രം 195.55 കോടി അനുവദിച്ച് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കേന്ദ്ര വായ്പയിൽ നിന്നാണ് ഈ തുക. കേന്ദ്ര സഹായമില്ലെന്നതിനാൽ ദുരന്ത ബാധിതർക്കുള്ള ഉപജീവന ഭത്ത ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ട് പോലും പുഴ നവീകരണത്തിനായി കോടികൾ അനുവദിക്കുന്നതിനായിരുന്നു മുൻഗണന. 2024 നവംബറിലെ കണക്ക് പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച 650.42 കോടിയിൽ 1 രൂപ പോലും വയനാടിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂലൈ 30-ാം തീയതി മുതലാണ് വയനാട് ദുരന്തത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയത്. 4 മാസത്തിനകം 658.42 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലഭിച്ച തുകയിൽ 1 രൂപ പോലും പ്രവർത്തനങ്ങൾക്കായി ഇതുവരെയും മാറ്റിവെച്ചിട്ടില്ലെന്നാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകളിലേക്ക് ലഭിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും UPI ID വഴി എത്ര പണം കിട്ടിയെന്ന കാര്യത്തിൽ സൈറ്റിൽ വ്യക്തതയില്ല. 2018 ഓഗസ്റ്റ് 14 മുതൽ ഈ UPI വഴി ആകെ മൊത്തം 9.03 കോടി ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും വയനാടിനായി എത്ര രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നില്ല. 2018-19 പ്രളയത്തിനും കോവിഡിലും ലഭിച്ച തുകയുടെ സ്രോതസ്സുകൾ പട്ടിക തിരിച്ച് കണക്കുകൾ ലഭ്യമാക്കിയപ്പോൾ വയനാടിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന പട്ടിക മാത്രം ഉൾപ്പെടുത്തിയാണ് 658.42 കോടിയുടെ കണക്ക് കാണിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് ലഭിച്ച 1129.74 കോടി രൂപയിൽ 1111.15 കോടിയും വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട്. 2018-ലെയും 19-ലെയും പ്രളയ സമയത്തും 4970.29 കോടി രൂപ ലഭിക്കുകയും അതിൽ നിന്നും 4730.77 കോടി ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വയനാടിന് വേണ്ടി ഇതുവരെയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും സർക്കാർ പണം ചെലവഴിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്.
ആകെ 6758.45 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ വർഷങ്ങളിലായി എത്തിയത്. അവയിൽ കോവിഡ് കാലത്ത് ചെലവഴിച്ച 1111.15 കോടിയും പ്രളയത്തിനായി ചെലവഴിച്ച 4738.77 കോടിയും ചേർത്ത് 5849.92 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. കണക്ക് പ്രകാരം 908.53 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുണ്ട്. ഇതാണ് വയനാട് സഹായം ലഭിക്കാൻ തടസ്സമായത്. വയനാടിന് ദുരന്ത സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെയാണ് കേന്ദ്ര സർക്കാർ പഴിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടിയിൽ സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രമെന്ന് പറയുന്നു. എന്നാൽ നവംബർ 13 മുൻപ് തന്നെ കേന്ദ്ര വിരുദ്ധ പ്രചാരണം സംസ്ഥാനം തുടങ്ങിയിരുന്നു. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസമാണ് വരുത്തിയത് എന്ന് വിമർശനമുണ്ട്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിപ്പിച്ചു. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി. നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സേനകളെ നൽകുകയും ചെയ്തു. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും നിവേദനം സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അമിത്ഷായുടെ കുറിപ്പ് എക്സിൽ പങ്കുവെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ദുരന്തങ്ങളുടെ ഇരകളെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ മാനവികതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നൽകണം. വയനാട്ടിലെ ജനങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. അവർക്ക് ഒഴികഴിവുകളല്ല ആവശ്യം. അവരുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അടിയന്തര സഹായം ആവശ്യമാണ്. മുറിവുണക്കാനും ജീവിതം പുനർനിർമ്മിക്കാനും സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായി നിലകൊള്ളും. കേന്ദ്രവും സംസ്ഥാനവും മുന്നിട്ടിറങ്ങി വയനാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിനെ പഴിക്കാനാണ് മുഖ്യമന്ത്രിയും സർക്കാരും സമയം ചെലവഴിക്കുന്നത് എന്ന വിമർശനം വന്നിരുന്നു. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ ശക്തമായി വിമർശിച്ച് ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്ന് വിമർശിച്ച കോടതി മാസങ്ങളോളം ഫണ്ട് വൈകിയതെന്തെന്നും ചോദിച്ചു. ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഈ രൂക്ഷ വിമർശനം കോടതി നടത്തിയത്. ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാനാകാത്തതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. എന്നാൽ ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത് സാധ്യമായ എല്ലാ സമയവും നൽകി. ഇനിയും സമയം നൽകാനാവില്ല എന്ന് ഹൈക്കോടതി കടുപ്പിച്ചു. തുടർന്ന് SDRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ സാവകാശം നൽകുകയും ചെയ്തിരുന്നു. 677 കോടി രൂപ ദുരന്തം നേരിടാൻ മതിയായ ഫണ്ടല്ല എന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ മറുപടി നൽകിയപ്പോൾ അത് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഹൈക്കോടതി മറുപടി നൽകി.